ഒരു എളിയ ജനപ്രതിനിധി എന്ന നിലക്ക് പറയുന്നു, വടകരയുടെ മണ്ണിൽ ലഹരിയെ തുരത്താനുള്ള KMCC ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രസ്ഥാനങ്ങളും മുന്നോട്ട് വെക്കുന്ന ഈ ആശയങ്ങളുടെ മുന്നിലും പിന്നിലും ഒപ്പവും ഈ വടകരയുടെ MP എന്നുള്ള നിലയിൽ ഞാനും സഞ്ചരിക്കുമെന്നുള്ള ഉറപ്പും വാക്കും ഈ സംഗമത്തിന് നൽകാൻ ആഗ്രഹിക്കുകയാണ്. സ്വന്തം ഉമ്മയെ കൊല്ലാൻ മടിയില്ലാത്ത മക്കൾ, ഒരു 10-30 കിലോമീറ്റർ ബൈക്കെടുത്ത് സഞ്ചരിച്ച് കുടുംബത്തിലെ 5 പേരെ കൊല്ലുമ്പോ കൈവറക്കാത്ത മകൻ 23 വയസ്സുകാരനെ സംബന്ധിച്ച് നാട് പേടിയോടെ ആശങ്കയോടെ നോക്കിക്കാണേണ്ടി വരുമ്പോ ഒരു കഥ എഴുതിയാൽ പോലും ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിൽ ക്രൂരത ഈ ലഹരിയുടെ പേരിൽ നാട്ടിലെ ജനങ്ങളുടെ സന്തോഷം തകർക്കുമ്പോ എനിക്ക് പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാനുള്ളത്, ഇങ്ങനെ ചേർന്നിരിക്കുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം, ജാതിയുടെയും മതത്തിന്റെയും വ്യത്യാസങ്ങളില്ലാതെ നാടിന്റെ ഒരു പൊതുകാര്യത്തിന് വേണ്ടി ചേർന്നിരിക്കുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം, നാട്ടിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരാളോട് ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ അവരോടൊപ്പം ഒന്ന് സംസാരിച്ചിട്ടോ ചേർത്ത് പിടിച്ചുകൊണ്ടോ അവർക്ക് നിങ്ങൾ ആശ്വാസം പകരുമ്പോ കിട്ടുന്ന സന്തോഷം, ഒരു ഫുട്ബോൾ മത്സരത്തിന്റെ ഭാഗമായി അതിന് കൈയടിക്കാനും കളിക്കാനും നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം, ഒരു വോളിബോൾ കോർട്ടിന്റെ നടുവിലും ചുറ്റിലും നിന്ന് ആരവങ്ങൾ തീർക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം, ഒരു പാട്ടിനോ ഒരു നൃത്തത്തിനോ നൽകാൻ കഴിയാവുന്ന ഒരു സന്തോഷം, ജനങ്ങളുടെ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും കണ്ണികളാവാൻ ശ്രമിക്കുമ്പോൾ നാടിന്റെ മതേതര ഐക്യം നൽകുന്ന സന്തോഷം, അതിനേക്കാൾ വലിയ സന്തോഷങ്ങളൊന്നും ഒരു പൊടിക്കും നൽകാനില്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങളെ നയിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ ആയിരക്കണക്കിനായ ആളുകളുടെ സംഗമം. നോക്കത്താ ദൂരത്തോളം ആളുകൾ ഇങ്ങനെ KMCCയുടെ വേദിയിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുമ്പോ എന്റെ ഇടതുവശത്ത് പ്രാർത്ഥനകളോടെ പ്രിയപ്പെട്ട അമ്മമാർ ഉമ്മമാർ വന്നു നിൽക്കുമ്പോ ചെറുപ്പക്കാരൊരു തീരുമാനമെടുക്കട്ടെ, ഈ പറയുന്ന ബോധം നശിക്കുന്ന സന്തോഷങ്ങൾ എനിക്ക് വേണ്ട, നല്ല ബുദ്ധിയിലും ബോധത്തിലുമുള്ള സന്തോഷങ്ങൾ, അതാണ് ഞങ്ങളെ നയിക്കേണ്ടെന്നുള്ളൊരു തീരുമാനം അവരോരോരുത്തരും എടുക്കുന്ന ഒരു ചടങ്ങായിട്ട് ഇത് മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അഭൂതപൂർവമായ ഉദ്യമത്തിന് അതൊരു ക്യാമ്പയിനാണ്. അതിന് റിസൾട്ട് ഉണ്ടാവേണ്ടത് എന്നെപ്പോലുള്ള ആളുകളുടെ പ്രസംഗങ്ങളുടെ പേരിലല്ല, അതിന് റിസൾട്ട് ഉണ്ടാവേണ്ടത് നടപടികളുടെ പേരിലാണ്. അതിനെ നടപടികളിലേക്ക് എത്തിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ തിരുവമ്പറമ്പിൽ തിങ്ങിക്കൂടിയിരിക്കുന്ന ആയിരങ്ങൾക്കും KMCCക്കും ഹൃദയാഭിവാദ്യങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.